ശാന്തി. ജീവിതത്തിൽ രണ്ട് വിധത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് വരാറുണ്ട്. ഒന്ന്, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വന്നു കുടുങ്ങിപ്പോകുന്ന ചില വെല്ലുവിളികൾ. അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി നമുക്ക് നമ്മുടെ അധ്വാനവും സങ്കല്പവും ശ്രമവും എല്ലാം ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ നേരിട്ട് അതിജീവിക്കും. കുറേ ആളുകൾ അങ്ങനെ വെല്ലുവിളി വരുമ്പോൾ തോറ്റുപോകും. അത് തോൽക്കുന്നതും ജയിക്കുന്നതും നിങ്ങളുടെ കയ്യിലുള്ളതായിരുന്ന കലയുടെ ആധാരത്തിലാണ്. അത് ചെറിയ വെല്ലുവിളിയാണ്. അതേസമയം വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നത് നേടിയിരിക്കും എന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞുകൊണ്ട് അതിന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള പ്രയാണം അത് ഒരു ചെറിയ വെല്ലുവിളിയല്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാണ്. 2007 ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതായിരിക്കുന്ന സമയം ബ്രാഡ് ഹോഗ് സച്ചിനെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഔട്ടാക്കി. കളി കഴിഞ്ഞ ശേഷം അദ്ദേഹം അന്ന് അധികം പഴക്കമുള്ള ആളായിട്ടില്ല ബ്രാഡ് ഹോഗ്. സച്ചിനെ ഔട്ടാക്കുക എന്ന് പറയുന്നത് ബ്രാഡ് ഹോഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. കളി കഴിഞ്ഞപ്പോൾ തൻ്റെ ബോൾ കൊണ്ടുവന്ന് സച്ചിന് കൊടുത്തിട്ട് പറയുകയാണ്, ഇതിലെനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം എന്ന് പറയുകയാണ്. ആ ബോളിൻ്റെ മേലെ ഒരു സിഗ്നേച്ചർ. സച്ചിൻ ആ ബോൾ വാങ്ങിയിട്ട് അതിൽ സൈൻ ചെയ്യും മുന്നൊരു വരി എഴുതി, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ, ഇതൊരിക്കലും ഇനി ആവർത്തിക്കില്ല എന്ന്. എല്ലാവരും കേൾക്കുക, ലോകത്തിൻ്റെ മുന്നിൽ അത്തരമൊരു വെല്ലുവിളി നടത്തി കഴിഞ്ഞ ശേഷം പിന്നെ പല ടെസ്റ്റ് മാച്ചുകളിലും വൺ ഡേ മാച്ചുകളിലുമായിട്ട് ഒരുപാട് സ്ഥലത്ത് സച്ചിനും ബ്രാഡ് ഹോഗും ഫേസ് ടു ഫേസ് വന്നു, ഏറ്റുമുട്ടി. പക്ഷെ ഒരിക്കലെങ്കിലും പിന്നെ ബ്രാഡ് ഹോഗിന് സച്ചിൻ്റെ വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളി നടത്തിയ ശേഷം അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പക്ഷേ ആ വലിയ വെല്ലുവിളി നടത്തി കഴിഞ്ഞ ശേഷം ഊണും ഉറക്കവും റെസ്റ്റും സുഖവും ഫാമിലിയും എല്ലാം സെക്കൻഡ്, തൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു തൻ്റെ കരിയറിന് വേണ്ടി സമർപ്പണം. അതുകൊണ്ടാണ് സച്ചിനെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം. ലൈഫിൽ വെല്ലുവിളികളെ ഉയർത്തുകയും അത് നേരിടാൻ വേണ്ടി മുന്നോട്ട് പോവുകയും അതിനുവേണ്ടി തൻ്റെ സർവ്വസമർപ്പണവും ചെയ്യുന്ന സമയത്താണ് ഈ ലോകത്തിലെ ഒരു ഐക്കണായിട്ടൊരാൾക്ക് മാറാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഒരു വെല്ലുവിളി നടത്താനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ വെല്ലുവിളികൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറും. അതുകൊണ്ട് രണ്ടാമത്തെ വെല്ലുവിളി അത് കുറച്ച് ധൈര്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം നമ്മുടെ ഇച്ഛാശക്തിയെ ഡെവലപ്പ് ചെയ്യണം. ആ രീതിയിൽ സാഹചര്യങ്ങൾ കൊണ്ട് അടിമയായി പോവാതെ ഏത് സാഹചര്യത്തിനും തട്ടിത്തെറിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന അത്രയും ശക്തമായ ഒരു ഇച്ഛാശക്തിയെ ഡെവലപ്പ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ചെയ്യാനും അതിനെ നേരിടാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് നിരന്തരമായിട്ട് അവനവൻ്റെ ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടി, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സമയം കണ്ടെത്തുക, അതിനുവേണ്ടി പഠിക്കാൻ, അതിനുവേണ്ടി വായിക്കാൻ, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തിയെയും കഴിവിനെയും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സച്ചിന് മാത്രമല്ല ഇത് സാധിക്കുക, ഇത് നിങ്ങൾക്കും സാധിക്കുന്ന കാര്യമുള്ളൂ. പക്ഷേ അതിനു വേണ്ടതായിട്ടുള്ള പരിശ്രമത്തിന് വേണ്ടി ആദ്യം സ്വന്തം മനസ്സിനെ, സ്വന്തം സംസ്കാരത്തിനെ തയ്യാറാക്കണം എന്ന് മാത്രം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ജീവിതത്തിൽ വലിയ സ്വപ്നം ഉണ്ടാക്കാനും അത്തരം രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.